ഒരാളുടെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചപ്പം ചെയ്ത നെറികേടുകൾക്കോ, കള്ളുകുടിയനോ, ആളെപ്പറ്റിച്ച് സമ്പത്ത് സമ്പാദിച്ചവർക്കോ, കുടുംബത്തിൽ അനീതി കാണിച്ചവർക്കോ, മാതാപിതാക്കളെ ദ്രോഹിച്ചവർക്കോ, മക്കളോട് നീതി കാണിക്കാത്തവർക്കോ, ഭാര്യയെ വഞ്ചിച്ചവർക്കോ, ഭർത്താവിനെ വഞ്ചിച്ചവർക്കോ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ മറുപടികളോ ഇല്ല മരണത്തിന് ശേഷമെങ്കിൽ മരണം വലിയൊരു സമാധാന. കാരണം എല്ലാം അതോടുകൂടി അവസാനിച്ചു കിട്ടും. പക്ഷെ തൊട്ടടുത്ത വചനത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, ഒരിക്കൽ കൂടി നിങ്ങൾ അല്ലാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും. ആ പുനർജീവിപ്പിക്കപ്പെടുന്ന ലോകത്ത് റബ്ബിന്റെ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. ജനിച്ച അന്ന് മുതൽ ഈ ലോകത്ത് ജീവിക്കുമ്പം അല്ലാഹു തആല നൽകിയിട്ടുള്ള ഏതേത് അനുഗ്രഹങ്ങളാവട്ടെ, ആ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ ഒരടിക്കാല് മുൻപോട്ട് വെക്കാൻ സാധ്യമല്ലാത്തൊരു ഹശർ എന്ന മൈതാനി എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ഈ ദുനിയാവിന്റെ കബറിലേക്ക് ചേർത്ത് വെക്കുന്ന നിമിഷം മുതൽ പിന്നീട് അങ്ങോട്ട് റബ്ബിന്റെ ചോദ്യങ്ങളാ. അതുകൊണ്ടാണല്ലോ നമ്മൾക്കൊക്കെ യാത്രയയപ്പ് നാട്ടുകാർ ഏറ്റവും ഭംഗിയായിട്ട് തരും. അതിലൊരു കുറവും ഒരു നാട്ടുകാരും വരുത്താറില്ല. ഒരുപക്ഷെ ഉമ്മമാരൊന്നും കണ്ടിട്ടുണ്ടാവൂല, ഒരു മയ്യത്തെടുത്ത് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കൊണ്ടുവച്ച് മയ്യത്ത് നമസ്കരിച്ച് ശേഷം ആ മയ്യത്തെടുത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കും. ആ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച മയ്യത്തിന്റെ ഒരൽപ്പം മേലെ ചെറിയ സ്ലേവുകളിട്ട് ആ കുഴിയിലേക്ക് ഒരു തരി മണ്ണ് പോലും വീഴാതിരിക്കാൻ സ്ലേവുകളോ മറ്റേതെങ്കിലും സാധനങ്ങളെ കൊണ്ടോ അതിന്റെ മേൽഭാഗം മൂടും. എന്നിട്ട് ഓരോരുത്തരും കുനിഞ്ഞിരുന്ന് ആ കബറിലേക്ക് 3 പിടി മണ്ണ് വാരിയിടും. 3-ാമത്തെ പിടി മണ്ണ് ആ കബറിന്റെ മുകളിലേക്ക് വീഴുന്ന സമയത്ത് ലോകം കണ്ട ഏറ്റവും നല്ലൊരു യാത്രയപ്പ് നാട്ടുകാരും കുടുംബക്കാരും നമ്മൾക്ക് തരും. ആ യാത്രയപ്പാണ് മനുഷ്യരെ തസ്ബീത്ത്. കബർ കളച്ചവൻ കബറിലേക്ക് മണ്ണ് നീക്കിയിടുമ്പം കിട്ടാവുന്ന മണ്ണ് കയ്യിലെടുത്ത് ഓരോരുത്തരും കബറിലേക്ക് മണ്ണ് നിക്ഷേപിക്കുമ്പോ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വാപ്പാനെ, ഉമ്മാനെ, പെങ്ങളെ, അളിയനെ എന്നുവേണ്ട നാട്ടുകാരനെ, കുടുംബക്കാരനെ സർവരെയും മനസ്സിലാലോചിച്ചുകൊണ്ട് ഓരോരുത്തരും ഒരു ഭാഗത്തു നിന്നും ചൊല്ലിത്തുടങ്ങും, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിത്തുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ, നിന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ നാട്ടുകാരനാ. അതുകൊണ്ട് സബ്ബിത്തുഹു ഇൻദ സുആൽ, നിന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ച ഈ മയ്യത്തിന് നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നിന്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായ ഉത്തരം പറയാൻ ഈ കബർ കിടക്കുന്ന കബറാളിക്ക് നീ കഴിവ് കൊടുക്കണേ നാഥാ. കാരണം പണം കൊണ്ടും തറവാട് കൊണ്ടും ദുനിയാവിൽ മാത്രമേ പവറുള്ളൂ. ഈ ദുനിയാവിൽ അത്യാവശ്യം പണവും തരക്കേടില്ലാത്തൊരു കുടുംബക്കാരനുമാണെങ്കിൽ, തറവാടൽപ്പം പോരിശയുള്ളതാണെങ്കിൽ നമുക്കാരോടും എന്തും തിരിച്ചു പറയാൻ സാധിക്കും. എന്തോടോന്ന് ചോദിച്ചാ എന്റെ പണിയൊക്കെടോന്ന് പറയാൻ നമ്മളെ പണം മതി, നമ്മളെ തറവാടിന്റെ പോരിശ മതി. പക്ഷേ 6 അടി മണ്ണിലേക്ക് ചേർത്തു വെക്കുമ്പോ കറുത്തവനാവട്ടെ, വെളുത്തവനാവട്ടെ, പണമുള്ളവനാവട്ടെ, പണമില്ലാത്തവരാവട്ടെ, തറവാടുള്ളവരാവട്ടെ, തറവാടില്ലാത്തവരാവട്ടെ, ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കേണ്ടി വന്നവനാകട്ടെ, എല്ലാവർക്കും അള്ളാഹുവിന്റെ മുൻപിൽ ഒരൊറ്റ പേരേയുള്ളൂ, മയ്യത്ത്. ആ മയ്യത്തിന് പടച്ച റബ്ബിനോട് മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ റബ്ബിന്റെ തൗഫീക്ക് ആ മയ്യത്തിന് ലഭിക്കണം. ആ തൗഫീക്കിന് വേണ്ടിയാ ചിലർ ചോദിക്കുന്നതും. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണം. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ഒരാളുടെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചപ്പം ചെയ്ത നെറികേടുകൾക്കോ, കള്ളുകുടിയനോ,
ആളെ പറ്റിച്ച് സമ്പത്ത് സമ്പാദിച്ചവർക്കോ, കുടുംബത്തിൽ അനീതി കാണിച്ചവർക്കോ, മാതാപിതാക്കളെ ദ്രോഹിച്ചവർക്കോ, മക്കളോട് നീതി കാണിക്കാത്തവർക്കോ, ഭാര്യയെ വഞ്ചിച്ചവർക്കോ, ഭർത്താവിനെ വഞ്ചിച്ചവർക്കോ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ മറുപടികളോ ഇല്ല മരണത്തിന് ശേഷമെങ്കിൽ മരണം വലിയൊരു സമാധാന. കാരണം എല്ലാം അതോടുകൂടി അവസാനിച്ചു കിട്ടും. പക്ഷെ തൊട്ടടുത്ത വചനത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, ഒരിക്കൽ കൂടി നിങ്ങൾ അല്ലാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും. ആ പുനർജീവിപ്പിക്കപ്പെടുന്ന ലോകത്ത് റബ്ബിന്റെ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. ജനിച്ച അന്ന് മുതൽ ഈ ലോകത്ത് ജീവിക്കുമ്പം അല്ലാഹു തആല നൽകിയിട്ടുള്ള ഏതേത് അനുഗ്രഹങ്ങളാവട്ടെ, ആ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ ഒരടിക്കാല് മുൻപോട്ട് വെക്കാൻ സാധ്യമല്ലാത്തൊരു ഹശർ എന്ന മൈതാനി എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ഈ ദുനിയാവിന്റെ കബറിലേക്ക് ചേർത്ത് വെക്കുന്ന നിമിഷം മുതൽ പിന്നീട് അങ്ങോട്ട് റബ്ബിന്റെ ചോദ്യങ്ങളാ. അതുകൊണ്ടാണല്ലോ നമ്മൾക്കൊക്കെ യാത്രയയപ്പ് നാട്ടുകാർ ഏറ്റവും ഭംഗിയായിട്ട് തരും. അതിലൊരു കുറവും ഒരു നാട്ടുകാരും വരുത്താറില്ല. ഒരുപക്ഷെ ഉമ്മമാരൊന്നും കണ്ടിട്ടുണ്ടാവൂല. ഒരു മയ്യത്തെടുത്ത് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കൊണ്ടുവച്ച് മയ്യത്ത് നമസ്കരിച്ച് ശേഷം ആ മയ്യത്തെടുത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കും. ആ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച മയ്യത്തിന്റെ ഒരൽപ്പം മേലെ ചെറിയ സ്ലേവുകളിട്ട് ആ കുഴിയിലേക്ക് ഒരു തരി മണ്ണ് പോലും വീഴാതിരിക്കാൻ സ്ലേവുകളോ മറ്റേതെങ്കിലും സാധനങ്ങളെ കൊണ്ടോ അതിന്റെ മേൽഭാഗം മൂടും. എന്നിട്ട് ഓരോരുത്തരും കുനിഞ്ഞിരുന്ന് ആ കബറിലേക്ക് 3 പിടി മണ്ണ് വാരിയിടും. 3-ാമത്തെ പിടി മണ്ണ് ആ കബറിന്റെ മുകളിലേക്ക് വീഴുന്ന സമയത്ത് ലോകം കണ്ട ഏറ്റവും നല്ലൊരു യാത്രയപ്പ് നാട്ടുകാരും കുടുംബക്കാരും നമ്മൾക്ക് തരും. ആ യാത്രയപ്പാണ് മനുഷ്യരെ തസ്ബീത്ത്. കബർ കളച്ചവൻ കബറിലേക്ക് മണ്ണ് നീക്കിയിടുമ്പം കിട്ടാവുന്ന മണ്ണ് കയ്യിലെടുത്ത് ഓരോരുത്തരും കബറിലേക്ക് മണ്ണ് നിക്ഷേപിക്കുമ്പോ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വാപ്പാനെ, ഉമ്മാനെ, പെങ്ങളെ, അളിയനെ എന്നുവേണ്ട നാട്ടുകാരനെ, കുടുംബക്കാരനെ സർവരെയും മനസ്സിലാലോചിച്ചുകൊണ്ട് ഓരോരുത്തരും ഒരു ഭാഗത്തു നിന്നും ചൊല്ലിത്തുടങ്ങും, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിത്തുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ, നിന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ നാട്ടുകാരനാ. അതുകൊണ്ട് സബ്ബിത്തുഹു ഇൻദ സുആൽ, നിന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ച ഈ മയ്യത്തിന് നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നിന്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായ ഉത്തരം പറയാൻ ഈ കബർ കിടക്കുന്ന കബറാളിക്ക് നീ കഴിവ് കൊടുക്കണേ നാഥാ. കാരണം പണം കൊണ്ടും തറവാട് കൊണ്ടും ദുനിയാവിൽ മാത്രമേ പവറുള്ളൂ. ഈ ദുനിയാവിൽ അത്യാവശ്യം പണവും തരക്കേടില്ലാത്തൊരു കുടുംബക്കാരനുമാണെങ്കിൽ, തറവാടൽപ്പം പോരിശയുള്ളതാണെങ്കിൽ നമുക്കാരോടും എന്തും തിരിച്ചു പറയാൻ സാധിക്കും. എന്തോടോന്ന് ചോദിച്ചാ എന്റെ പണിയൊക്കെടോന്ന് പറയാൻ നമ്മളെ പണം മതി, നമ്മളെ തറവാടിന്റെ പോരിശ മതി. പക്ഷേ 6 അടി മണ്ണിലേക്ക് ചേർത്തു വെക്കുമ്പോ കറുത്തവനാവട്ടെ, വെളുത്തവനാവട്ടെ, പണമുള്ളവനാവട്ടെ, പണമില്ലാത്തവരാവട്ടെ, തറവാടുള്ളവരാവട്ടെ, തറവാടില്ലാത്തവരാവട്ടെ, ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കേണ്ടി വന്നവനാകട്ടെ, എല്ലാവർക്കും അള്ളാഹുവിന്റെ മുൻപിൽ ഒരൊറ്റ പേരേയുള്ളൂ, മയ്യത്ത്. ആ മയ്യത്തിന് പടച്ച റബ്ബിനോട് മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ റബ്ബിന്റെ തൗഫീക്ക് ആ മയ്യത്തിന് ലഭിക്കണം. ആ തൗഫീക്കിന് വേണ്ടിയാ ചിലർ ചോദിക്കുന്നതും. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണം. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ഒരാളുടെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചപ്പം ചെയ്ത നെറികേടുകൾക്കോ, കള്ളുകുടിയനോ, ആളെ പറ്റിച്ച് സമ്പത്ത് സമ്പാദിച്ചവർക്കോ, കുടുംബത്തിൽ അനീതി കാണിച്ചവർക്കോ, മാതാപിതാക്കളെ ദ്രോഹിച്ചവർക്കോ, മക്കളോട് നീതി കാണിക്കാത്തവർക്കോ,
ഭാര്യയെ വഞ്ചിച്ചവർക്കോ ഭർത്താവിനെ വഞ്ചിച്ചവർക്കോ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ മറുപടികളോ ഇല്ല മരണത്തിന് ശേഷമെങ്കിൽ മരണം വലിയൊരു സമാധാന. കാരണം എല്ലാം അതോടുകൂടി അവസാനിച്ചു കിട്ടും. പക്ഷെ തൊട്ടടുത്ത വചനത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, ഒരിക്കൽ കൂടി നിങ്ങൾ അല്ലാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും. ആ പുനർജീവിപ്പിക്കപ്പെടുന്ന ലോകത്ത് റബ്ബിന്റെ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. ജനിച്ച അന്ന് മുതൽ ഈ ലോകത്ത് ജീവിക്കുമ്പം അല്ലാഹു തആല നൽകിയിട്ടുള്ള ഏതേത് അനുഗ്രഹങ്ങളാവട്ടെ, ആ അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ ഒരടിക്കാല് മുൻപോട്ട് വെക്കാൻ സാധ്യമല്ലാത്തൊരു ഹശർ എന്ന മൈതാനി എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ഈ ദുനിയാവിന്റെ കബറിലേക്ക് ചേർത്ത് വെക്കുന്ന നിമിഷം മുതൽ പിന്നീട് അങ്ങോട്ട് റബ്ബിന്റെ ചോദ്യങ്ങളാ. അതുകൊണ്ടാണല്ലോ നമ്മൾക്കൊക്കെ യാത്രയയപ്പ് നാട്ടുകാർ ഏറ്റവും ഭംഗിയായിട്ട് തരും. അതിലൊരു കുറവും ഒരു നാട്ടുകാരും വരുത്താറില്ല. ഒരുപക്ഷെ ഉമ്മമാരൊന്നും കണ്ടിട്ടുണ്ടാവൂല, ഒരു മയ്യത്തെടുത്ത് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കൊണ്ടുവച്ച് മയ്യത്ത് നമസ്കരിച്ച് ശേഷം ആ മയ്യത്തെടുത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കും. ആ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച മയ്യത്തിന്റെ ഒരൽപ്പം മേലെ ചെറിയ സ്ലേവുകളിട്ട് ആ കുഴിയിലേക്ക് ഒരു തരി മണ്ണ് പോലും വീഴാതിരിക്കാൻ സ്ലേവുകളോ മറ്റേതെങ്കിലും സാധനങ്ങളെ കൊണ്ടോ അതിന്റെ മേൽഭാഗം മൂടും. എന്നിട്ട് ഓരോരുത്തരും കുനിഞ്ഞിരുന്ന് ആ കബറിലേക്ക് 3 പിടി മണ്ണ് വാരിയിടും. 3-ാമത്തെ പിടി മണ്ണ് ആ കബറിന്റെ മുകളിലേക്ക് വീഴുന്ന സമയത്ത് ലോകം കണ്ട ഏറ്റവും നല്ലൊരു യാത്രയപ്പ് നാട്ടുകാരും കുടുംബക്കാരും നമ്മൾക്ക് തരും. ആ യാത്രയപ്പാണ് മനുഷ്യരെ തസ്ബീത്ത്. കബർ കളച്ചവൻ കബറിലേക്ക് മണ്ണ് നീക്കിയിടുമ്പം കിട്ടാവുന്ന മണ്ണ് കയ്യിലെടുത്ത് ഓരോരുത്തരും കബറിലേക്ക് മണ്ണ് നിക്ഷേപിക്കുമ്പോ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വാപ്പാനെ, ഉമ്മാനെ, പെങ്ങളെ, അളിയനെ എന്നുവേണ്ട നാട്ടുകാരനെ, കുടുംബക്കാരനെ സർവരെയും മനസ്സിലാലോചിച്ചുകൊണ്ട് ഓരോരുത്തരും ഒരു ഭാഗത്തു നിന്നും ചൊല്ലിത്തുടങ്ങും, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിത്തുഹു ഇൻദ സുആൽ, ഈ കബർ കിടക്കുന്നതിന്റെ വാപ്പയാ, നിന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളപ്പിച്ച് മടം പൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ നാട്ടുകാരനാ. അതുകൊണ്ട് സബ്ബിത്തുഹു ഇൻദ സുആൽ, നിന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ച ഈ മയ്യത്തിന് നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നിന്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നിനും കൃത്യമായ ഉത്തരം പറയാൻ ഈ കബർ കിടക്കുന്ന കബറാളിക്ക് നീ കഴിവ് കൊടുക്കണേ നാഥാ. കാരണം പണം കൊണ്ടും തറവാട് കൊണ്ടും ദുനിയാവിൽ മാത്രമേ പവറുള്ളൂ. ഈ ദുനിയാവിൽ അത്യാവശ്യം പണവും തരക്കേടില്ലാത്തൊരു കുടുംബക്കാരനുമാണെങ്കിൽ, തറവാടൽപ്പം പോരിശയുള്ളതാണെങ്കിൽ നമുക്കാരോടും എന്തും തിരിച്ചു പറയാൻ സാധിക്കും. എന്തോടോന്ന് ചോദിച്ചാ എന്റെ പണിയൊക്കെടോന്ന് പറയാൻ നമ്മളെ പണം മതി, നമ്മളെ തറവാടിന്റെ പോരിശ മതി. പക്ഷേ 6 അടി മണ്ണിലേക്ക് ചേർത്തു വെക്കുമ്പോ കറുത്തവനാവട്ടെ, വെളുത്തവനാവട്ടെ, പണമുള്ളവനാവട്ടെ, പണമില്ലാത്തവരാവട്ടെ, തറവാടുള്ളവരാവട്ടെ, തറവാടില്ലാത്തവരാവട്ടെ, ദാരിദ്ര്യത്തിന്റെ പടുക്കുഴിയിൽ ജനിച്ച് ജീവിച്ച് മരിക്കേണ്ടി വന്നവനാകട്ടെ, എല്ലാവർക്കും അള്ളാഹുവിന്റെ മുൻപിൽ ഒരൊറ്റ പേരേയുള്ളൂ, മയ്യത്ത്. ആ മയ്യത്തിന് പടച്ച റബ്ബിനോട് മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ റബ്ബിന്റെ തൗഫീക്ക് ആ മയ്യത്തിന് ലഭിക്കണം. ആ തൗഫീക്കിന് വേണ്ടിയാ ചിലർ ചോദിക്കുന്നതും. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണം. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി,